നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളാണ് ഹീറോ മോട്ടോകോർപ്പ്. കമ്പനി കൈവയ്ക്കാത്തൊരു സെഗ്മെന്റ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കമ്മ്യൂട്ടർ മോട്ടോർ സൈക്കിളുകൾ മുതൽ സ്കൂട്ടറുകളും സ്പോർട്സ് ബൈക്കുകളും വികളും എന്നിങ്ങനെ എല്ലാതരം ടൂ വീലറുകളും നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ളവരാണ് ഹീറോ. ഇത്തരത്തിൽ സാധാരണക്കാർ ആവശ്യപ്പെടുന്നത് അവരോട് ചേർന്ന് നിൽക്കുന്ന വിലയിൽ ഇറക്കുന്നവരാണ് ഹീറോ മോട്ടോകോർപ്പ്. അടുത്തിടെ ഇറങ്ങിയിൽ വെച്ച ഹീറോയുടെ ബെസ്റ്റ് സെല്ലർ എന്ന് പറയാവുന്നത് അവരുടെ ഏറ്റവും ഹൈലൈറ്റ് മോഡലായ എക്സ്പൾസ് തന്നെയായിരിക്കും. ചെറുപ്പക്കാരുടെ ഹരമായ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ചൂടപ്പം പോലെയാണ് വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എക്സ്പൾസ് നിർത്തലാക്കിയെന്ന് പറഞ്ഞാൽ പലരും ഞെട്ടും. പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം എക്സ്പൾസിനെ വിപണിയിൽ നിന്നും പിൻവലിച്ചിരിക്കുകയാണ് ഹീറോ മോട്ടോകോർപ്പ്. പക്ഷേ പലരും കരുതുന്നത് പോലെ അഡ്വഞ്ചർ പതിപ്പിനെ അല്ല, പകരം സിറ്റി ടൂററായി വിപണിയിൽ അവതരിപ്പിച്ച എക്സ്പൾസ് ടി എന്ന മോഡലിന്റെ വിൽപ്പനയാണ് കമ്പനി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റൊരു മോട്ടോർ സൈക്കിളിന്റെ വിൽപ്പനയും നിർത്തുകയാണെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. എക്സ്പൾസ് 200T 4V, എക്സ്ട്രീം 200S 4V എന്നീ രണ്ട് 200cc ബൈക്കുകളുടെ കച്ചവടമാണ് ഹീറോ മോട്ടോകോർപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വിൽപ്പനയില്ലാത്തതാണ് രണ്ട് ബൈക്കുകളെയും വിപണിയിൽ നിന്ന് വലിക്കാൻ ഹീറോയെ പ്രചോദിപ്പിച്ചത്. മാത്രമല്ല, മോശം അഭിപ്രായങ്ങളും ഒരുപാടുണ്ടായതിനെ തുടർന്നാണ് ഹീറോ ഈ രണ്ട് വാഹനങ്ങളും വിപണിയിൽ നിന്ന് വലിച്ചിരിക്കുന്നത്. ഒന്നിലധികം അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നിട്ടും ഈ രണ്ട് മോഡലുകൾക്കും ഇന്ത്യയിൽ വാങ്ങാൻ ആളുകൾ ഇല്ലായിരുന്നു. അഡ്വഞ്ചർ പതിപ്പായ എക്സ്പൾസിന്റെ സിറ്റി ടൂറർ വകഭേദമാണ് 200T. നിരത്തുകളിൽ അധികം കാണാത്തതിനാൽ തന്നെ പലരും മറന്നുപോയൊരു വാഹനമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. മറുവശത്ത് ഫുള്ളി ഫെയർഡ് സ്പോർട്ട് ബൈക്ക് സ്റ്റൈലുമായിട്ടാണ് എക്സ്ട്രീം 200S 4V വിപണിയിലെത്തിയിരുന്നത്. കരിസ്മയുടെ പിൻഗാമിയായി പലരും കണ്ടിരുന്നുവെങ്കിലും വിൽപ്പനയിൽ ഇതൊന്നും കാണാനായില്ല. നിർത്തലാക്കുന്ന സമയത്ത് എക്സ്പൾസ് 200T മോഡലിന് 1,40,000 രൂപയായിരുന്നു എക്സ് ഷോറൂം വില. അതേസമയം എക്സ്ട്രീം 200S ഫുള്ളി ഫെയർഡ് മോട്ടോർ സൈക്കിളിന് 1,41,000 രൂപയായിരുന്നു മുടക്കേണ്ടി വന്നിരുന്നത്. 1,52,000 മുതൽ 1,65,000 രൂപ വരെ വിലയുള്ള എക്സ്പൾസ് 200 4V അഡ്വഞ്ചർ ബൈക്കിനേക്കാൾ ഈ രണ്ട് മോഡലുകളും താങ്ങാനാകുന്നത് ആണെങ്കിലും എല്ലാവരുടെയും കാണുന്ന അഡ്വഞ്ചർ മോഡൽ ബൈക്കിലായിരുന്നു. എക്സ്പൾസ് 200T അടിസ്ഥാനപരമായി 17 ഇഞ്ച് അലോയ് വീലുകളിൽ എത്തുന്ന മോഡലായിരുന്നു. 199.6cc സിംഗിൾ സിലിണ്ടർ 4 വാൽവ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇതിന് തുടിപ്പേകിയിരുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ എഞ്ചിന് 18.83 bhp കരുത്തിൽ പരമാവധി 17.3 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ടായിരുന്നു. ഇതേ എഞ്ചിനായിരുന്നു എക്സ്ട്രീം 200S 4V പതിപ്പിലും ലഭ്യമാക്കിയിരുന്നത്. കോൾ അലേർട്ട് ഫംഗ്ഷൻ പ്രവർത്തനക്ഷമമാകുന്ന സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയുള്ള ഒരു LCD ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, USB ചാർജിംഗ് സൗകര്യം, പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി ഉള്ള റിയർ മോണോഷോക്ക് സസ്പെൻഷൻ, സിംഗിൾ ചാനൽ ABS ഉള്ള ഫ്രണ്ട് ആൻഡ് റിയർ ഡിസ്ക് ബ്രേക്കുകൾ തുടങ്ങിയ ഫീച്ചറുകളോടെയാണ് എക്സ്പൾസ് 200T വിപണിയിലെത്തിയിരുന്നത്. കരിസ്മ പടിയിറങ്ങി സൃഷ്ടിച്ച വിടവ് നികത്താനായി ഹീറോ എക്സ്ട്രീം 200S എന്ന ഫെയർഡ് മോട്ടോർ സൈക്കിളിന് രൂപം കൊടുത്തിരുന്നു. സംഗതി ക്ലിക്കായില്ല എങ്കിൽ പോലും ചെറിയ വിലയിൽ വാങ്ങാൻ പറ്റുമായിരുന്ന നല്ലൊരു ബൈക്ക് തന്നെയായിരുന്നു ഇതെന്നതിൽ സംശയമൊന്നും വേണ്ട. LED DRLകളോട് കൂടിയ ട്വിൻ LED ഹെഡ്ലാമ്പുകൾ, സിഗ്നേച്ചർ LED ടൈൽ ലൈറ്റുകൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ടേൺ ബൈ ടേൺ നാവിഗേഷൻ എന്നിവയെല്ലാമായിരുന്നു എക്സ്ട്രീമിലെ ഫീച്ചറുകൾ.